രാവിലെ തന്നെ സ്കാം ചെയ്യപ്പെട്ടല്ലേ? സ്കാം ആയിരുന്നു. Hi guys. Good morning. Welcome back to our channel. നമ്മളിപ്പോ ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു യാത്രയാണ്. ഇന്ന് ഞങ്ങൾ ഫൈനലി പോണേണ്. അതെ. ഞങ്ങൾക്ക് മെയിൻലി 2 ഡെസ്റ്റിനേഷൻ ആണത്. ഫസ്റ്റ് ഞങ്ങൾ പോണത് മധുരൈ, പിന്നെ ഞങ്ങൾ മധുരയിൽ നിന്ന് തഞ്ചാവൂരിലോട്ട് പോകും. അപ്പൊ ഈ ട്രിപ്പിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഞങ്ങളുടെ ഫസ്റ്റ് റോഡ് ട്രിപ്പാണ്. ഞങ്ങൾ ഈ എല്ലാ സ്ഥലത്തും പോണത് ഞങ്ങളുടെ സ്വന്തം കാറിലാണ്. അതെ, ഞാൻ ഓടിക്കൂല, അക്കു ഓടിക്കും. അതെ, നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. മധുരൈ ആൻഡ് തഞ്ചാവൂർ. ഞങ്ങളപ്പോൾ രാവിലെ ഒരു 5 മണിയായപ്പോൾ ഇറങ്ങിയതാണ്. ഒരു 1:30 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ മധുരയിലെത്തി. ഞങ്ങൾക്ക് ചെക്ക് ഇൻ ടൈം പറഞ്ഞത് 2:30 അപ്പോൾ ഞങ്ങൾ എന്തായാലും ലഞ്ച് കഴിച്ചിട്ട് ചെക്ക് ഇൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഗൂഗിളിൽ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ഒരു സിനിമ തീംഡ് റെസ്റ്റോറൻറ്റ് കണ്ടു. എന്നാൽ പിന്നെ അവിടെ തന്നെ ലഞ്ച് കഴിച്ചിട്ട് നമുക്ക് ചെക്ക് ഇൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആ റെസ്റ്റോറൻറ്റിൽ തന്നെ ഫുഡ് കഴിക്കാൻ. ചെക്കിനൊക്കെ ചെയ്ത് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ഞങ്ങളിപ്പോൾ ബൺ പൊറോട്ട അന്വേഷിച്ച് പോകണതാണ്. മധുരൈ ബൺ പൊറോട്ട മധുരയിലെ വൺ ഓഫ് ദ ഫേമസ് സാധനമാണ്. അതെ, അപ്പോൾ നമുക്ക് മധുരൈ ബൺ പൊറോട്ട കഴിക്കാം. യെസ്. ഞങ്ങളപ്പോൾ കോണർ കട എന്നുള്ളൊരു ഹോട്ടലാണ് ബൺ പൊറോട്ടയും കറിദോശയും കഴിക്കാൻ കയറിയത്. അപ്പോൾ അതിനൊപ്പം ഈ സൈഡ് ഡിഷായിട്ട് ചിക്കൻ ഫ്രൈയും ആണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ ഇതാണ് ചിക്കൻ കറി ദോശ കേട്ടോ. അപ്പോൾ സംഭവം നൈസാണ്. ഓംലെറ്റും പിന്നെ ചിക്കൻ കറി ഇങ്ങനെ ദോശയുടെ മേലെ ഇട്ടിട്ട് ക്രിസ്പിയാക്കി തരും. ഫുഡൊക്കെ സൂപ്പറായിരുന്നു. ബൺ പൊറോട്ടയും നൈസായിരുന്നു, ഈ ചിക്കൻ കറി ദോശയും സൂപ്പറായിരുന്നു. പക്ഷേ കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. ഞങ്ങൾ ഇത്രയും കൂട്ടം ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 900 rupees ആയി. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇനിയിപ്പോൾ തിരിച്ച് റൂമിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹായ് ഗായ്സ്. അപ്പം ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് റെഡി ആയിട്ട് ഞങ്ങൾ മധുര മീനാക്ഷി തൊഴാൻ പോണേണ്. സാരിയൊക്കെ കൊടുത്ത് മുണ്ടൊക്കെ കൊടുത്ത് ഇതാണ് ഞങ്ങളുടെ ഫിറ്റ് ചെക്ക്. അപ്പം ഞങ്ങൾ മധുര മീനാക്ഷി ടെമ്പിൾ പോയിട്ട് വരാം. ഓക്കെ, ഞങ്ങൾ ഈസ്റ്റ് ടവറിൻ്റെ അവിടെ എത്തി. കാറ് പാർക്കിംഗ് സ്ഥലമുണ്ട്, അപ്പോൾ അവിടെ ഇട്ടിട്ട് ഇപ്പോൾ ഈസ്റ്റ് ടവറിൻ്റെ അങ്ങോട്ട് നടക്കുവാണ്. രാവിലെ തന്നെ സ്കാം ചെയ്യപ്പെട്ടല്ലേ? സ്കാം ആയിരുന്നു ഇന്ന്. ഈ ഒരു സംഭവത്തിന് 200 രൂപ തല വെച്ചു കൊടുത്താ ചേച്ചി അങ്ങോട്ട്. ഇതിൻ്റെ പൊന്നെ വന്നിറങ്ങിയപ്പോൾ തന്നെ ദേവിക്ക് കൊടുക്കാമെന്നും പറഞ്ഞ് 2 മുഴ പൂവും പിന്നെ ശിവന് കൊടുക്കാമെന്ന് പറഞ്ഞ് 3 മുഴ പൂവും വേറെ തന്നേക്കണം. 800 രൂപയുടെ സ്കാമായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞ് ആകെ 300 രൂപ ഒതുക്കി. ഈ ഇപ്പോൾ തലയെ ചൂടിയത് കൊടുക്കാൻ പാടില്ലെന്നാണല്ലോ, അതുകൊണ്ട് ആ ഒരു 200 രൂപ സ്കാമും ഒരു 100 രൂപയുടെ സ്കാമും.
മൊബൈൽ അകത്തോട്ട് കയറ്റാൻ പറ്റില്ല, അപ്പോൾ സ്ഥലമുണ്ട് വെക്കാനായിട്ട്. അപ്പം നമുക്ക് ഫോണൊക്കെ വെച്ചിട്ട് ഇനി പോയിട്ട് തൊഴുതിട്ടും വരാം. ഇതാണ് മറ്റേ ഗോപുരം കേട്ടോ. ഇതിപ്പോൾ എന്താ പെയിൻ്റ് അടിയാന്ന് തോന്നുന്നു. ഞങ്ങളപ്പോൾ തൊഴുതിട്ടൊക്കെ ഇറങ്ങി. ഇനി ഞങ്ങൾ ജിഗർദണ്ഡ കുടിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ജിഗർദണ്ഡ കട അന്വേഷിച്ച് നടക്കണേന്. അപ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള ജിഗർദണ്ഡ കടയിൽ നിന്നാണ് ഞങ്ങൾ ജിഗർദണ്ഡ കുടിച്ചത്. ഗോപുരത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ, ഈസ്റ്റ് ഗോപുരം. കൊള്ളാവോ? എങ്ങനെയാ ടേസ്റ്റ്? ആ അടയുടെ ഇഷ്ടപ്പെട്ടാ? എങ്ങനെയുണ്ട്? നമ്മുടെ ശരിക്കും ടേസ്റ്റ് പറയുകയാണെങ്കിൽ പാലടപ്പായസമില്ലേ, പാലടപ്പായസം പോലെ തന്നെ തോന്നിയാണ്. എന്താ തരി തരി പൊടിച്ച അടയുടെ ഒക്കെ ടേസ്റ്റില്ലേ? നോക്കിക്കേ, പൊടിച്ച അടയുടെ ഒരു ഇതുപോലെയൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ പക്കത്തൊരു ഐസ്ക്രീം. ഇതാണ് മധുരൈ ജിഗർദണ്ഡ. മധുരൈ ജിഗർദണ്ഡ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി. നല്ല ദർശനമായിരുന്നു. ഞങ്ങൾ രാവിലെ വന്നുകൊണ്ട് ഞങ്ങൾക്ക് അധികം തിരക്ക് കിട്ടിയില്ല. ഇപ്പോൾ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങണേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊക്കെ വിസിറ്റ് ചെയ്യണമെങ്കിൽ രാവിലെ വന്ന് തുടങ്ങായിരിക്കും നല്ലത്. ഇപ്പോൾ ആൾക്കാർ തിരക്ക് സ്റ്റാർട്ട് ആവണേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊരു 6:30-7 മണിക്കൊക്കെ അമ്പലത്തിൽ എത്തുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ അധികം തിരക്കില്ലാണ്ട് നമുക്ക് സമാധാനത്തോടെ വേഗം തൊഴുതിറങ്ങാം. പിന്നെ ടിക്കറ്റ് ഉണ്ട് എൻട്രൻസിന്. 2 ടിക്കറ്റാണ് ഉള്ളത്. എന്ന് വെച്ചാൽ 50 രൂപീസിൻ്റെ 100 രൂപീസിൻ്റെ. അതെ, അതായത് 2 അമ്പലമുണ്ട് ഉള്ളിൽ. മീനാക്ഷി അമ്മൻ ടെമ്പിളും ഉണ്ട്, സ്വാമി ടെമ്പിളും ഉണ്ട്. അപ്പം ഞങ്ങൾ മീനാക്ഷി ടെമ്പിളിൽ ഞങ്ങൾ 50 രൂപീസിൻ്റെ ദർശനമാണ് കയറിയത്. നല്ല ദർശനമായിരുന്നു. ക്യൂ ഒന്നും ഉണ്ടായില്ല. നല്ല സമാധാനത്തോടെ തൊഴാൻ പറ്റി. ദേവീനെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്ന് കണ്ട് നല്ല സമാധാനത്തോടെ തൊഴുത്. ഇത് ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഫ്രീ ദർശനം ഉണ്ട്. പക്ഷെ സംഭവം എന്ന് വെച്ചാൽ തിരക്കുള്ള സമയത്ത് വന്നെങ്കിൽ ഫ്രീ ദർശന് നല്ല ടൈം എടുക്കും. അതെ, ഞങ്ങൾ മറ്റേ സ്വാമി ടെമ്പിള് ഞങ്ങൾ ദർശനം ടിക്കറ്റ് ഒന്നും എടുക്കാണ്ട് ഞങ്ങൾ ഫ്രീ ദർശനമാണ് കയറിയത്. കാരണം തിരക്കൊന്നും ഉണ്ടായില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഫ്രീ ദർശനമാണ് കയറിയത്. 2 അമ്പലത്തിൽ നല്ല സുഖമായിട്ട് സമാധാനത്തോടെ പ്രാർത്ഥിച്ചത്. അപ്പോൾ ഞങ്ങൾ റൂമിലൊക്കെ എത്തി, ഉടുപ്പൊക്കെ മാറ്റി ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തു. ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് തഞ്ചാവൂരിലോട്ട് പോണേണ്. അപ്പോൾ പോണ വഴി ഞങ്ങൾക്ക് മധുരയിൽ കുറച്ച് സ്ഥലങ്ങളും കൂടി കാണാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം കാണാൻ പോണത് തിരുമലൈ നായ്ക്കർ പാലസ്. അപ്പം നമുക്ക് അവിടെ പോയിട്ട് ഇനി അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഗൈസ്, അപ്പോൾ ഞങ്ങൾ തിരുമലൈ നായ്ക്കർ പാലസൊക്കെ കണ്ട് തിരിച്ചു വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗാന്ധി മ്യൂസിയത്തിൽ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ ചെന്ന് എന്തോ റിപ്പയറിങ് വർക്ക് നടക്കുകയാണ്. അപ്പോൾ അതിന്ന് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ അവിടെ കാണാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ ഇനി നേരെ തഞ്ചാവൂരിലോട്ടാണ് പോണത്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ മധുരൈ ബ്ലോഗ്. മധുരയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം ഇനി നമുക്ക് തഞ്ചാവൂരിലെ വിശേഷങ്ങൾ കാണാം അടുത്ത വീഡിയോയിൽ. ലെറ്റ്സ് എക്സ്പ്ലോർ തഞ്ചാവൂർ.
ബൈ. ബൈ.